കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒന്നാണ് നടി മൃണാൾ താക്കൂറും ധനുഷും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇരുവരും വിവാഹിതരാവുകയാണെന്നുമുള്ള അഭ്യൂഹങ്ങൾ. ഇതിനിടെ പ്രണയത്തെക്കുറിച്ച് ധനുഷ് മുമ്പ് നൽകിയ ഒരു അഭിമുഖം ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. തേരെ ഇഷ്കുമേം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനിടെ പ്രണയത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നായിരുന്നു ധനുഷിന്റെ മറുപടി. പ്രണയത്തെക്കുറിച്ച് പറയാൻ ധനുഷ് വളരെ ചെറുപ്പമാണ് എന്ന് ആരോ തമാശയായി പറഞ്ഞപ്പോൾ പ്രണയം എന്നത് വെറും അമിത പ്രാധാന്യം നൽകപ്പെട്ട ഒരു വികാരം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് ധനുഷ് പ്രതികരിച്ചത്. 2004 ധനുഷും രജനീകാന്തിന്റെ മകളായ ഐശ്വര്യയും വിവാഹിതരായത്. 18 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം 2022 തങ്ങൾ പിരിയുകയാണെന്ന് ഇരുവരും അറിയിച്ചത്. സുഹൃത്തുക്കളായും ദമ്പതികളായും മാതാപിതാക്കളായും പരസ്പരമുള്ള ഗുണകാംക്ഷികളായും 18 വർഷത്തെ ഒരുമിച്ചുള്ള യാത്ര വളർച്ചയുടെയും മനസ്സിലാക്കലിന്റെയും പൊരുത്തപ്പെടലിന്റെയും യാത്രയായിരുന്നു. അത് ഇന്ന് ഞങ്ങളുടെ വഴികൾ പിരിയുന്ന ഒരിടത്താണ് എത്തി നിൽക്കുന്നത്. വ്യക്തികൾ എന്ന നിലയിൽ പരസ്പരം നന്നായി മനസ്സിലാക്കുന്നതിനായി ദമ്പതികൾ എന്ന നിലയിൽ വേർപിരിയാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നായിരുന്നു പ്രസ്താവന. മക്കളായ യാത്ര, ലിംഗ എന്നിവരുടെ കാര്യങ്ങളിൽ ഇരുവരും ഇപ്പോഴും ഒന്നിച്ച് ശ്രദ്ധ നൽകുന്നുണ്ട്. ധനുഷ് സംവിധാനം ചെയ്ത ഇഡ്ഡലിക്കടൈ എന്ന ചിത്രത്തിൽ മൃണാൾ താക്കൂർ നായികയാകും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇരുവരെയും ചുറ്റിപ്പറ്റിയുള്ള ഗോസിപ്പുകൾ തുടങ്ങിയത്. നിരവധി വേദികളിൽ ഒന്നിച്ചു കണ്ടതോടെ അഭ്യൂഹങ്ങൾ ശക്തമായി. 2025 ഓഗസ്റ്റിൽ സൺ ഓഫ് സർദാർ 2 എന്ന ചിത്രത്തിന്റെ പ്രീമിയറിനിടെ ഇരുവരും കണ്ടുമുട്ടിയ വീഡിയോ വൈറലായതോടെയാണ് പ്രണയ വാർത്തകൾ ഒന്നുകൂടി ശക്തമായത്. കൂടാതെ തേരെ ഇഷ്ക് മേം സിനിമയുടെ പാർട്ടിയിൽ മൃണാൾ പങ്കെടുത്തതും സംശയങ്ങൾക്കിടയാക്കിയിരുന്നു. ആനന്ദൽ റായിയുടെ സംവിധാനത്തിൽ ധനുഷ് നായകനായ തേരെ ഇഷ്ക് മേം എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ പാക്കപ്പ് പാർട്ടിയിൽ മൃണാൾ താക്കൂർ പങ്കെടുത്തതോടെയാണ് ഇരുവരും അടുപ്പത്തിലാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം ആരംഭിച്ചത്. സൺ ഓഫ് സർദാർ 2 സ്ക്രീനിംഗ് വേദിയിൽ നിന്ന് ഇരുവരുടെയും ചിത്രങ്ങൾ എത്തിയതോടെ ഈ പ്രചാരണം കൂടി. ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ധനുഷിന്റെ സഹോദരിമാരെ മൃണാൾ താക്കൂർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത കാര്യവും ചിലർ കണ്ടെത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ധനുഷുമായി താൻ അടുപ്പത്തിലാണെന്ന പ്രചാരണത്തിൽ ഒരിക്കൽ മൃണാൾ താക്കൂർ പ്രതികരിച്ചിരുന്നു. പ്രചരണത്തെ ചിരിച്ചു തള്ളിയ മൃണാൾ ധനുഷ് തന്നെ നല്ല സുഹൃത്താണെന്ന് വ്യക്തമാക്കി. ഒള്ളി കോളിവുഡിന് നൽകിയ അഭിമുഖത്തിലാണ് മൃണാൾ താക്കൂറിന്റെ പ്രതികരണം. ധനുഷുമായി താൻ അടുപ്പത്തിലാണെന്ന ചർച്ചകൾ തമാശയാണെന്നും അത്തരത്തിലുള്ള പ്രണയബന്ധമൊന്നും തങ്ങൾക്കിടയിൽ ഇല്ലെന്നും നടി പ്രതികരിച്ചു. ബോളിവുഡ് ചിത്രം സൺ ഓഫ് സർദാർ 2 സ്ക്രീനിംഗിലെ ധനുഷിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും മൃണാൾ വിശദീകരിച്ചു. താൻ വിളിച്ചിട്ടല്ല ധനുഷ് വന്നതെന്നും അദ്ദേഹത്തെ ക്ഷണിച്ചത് അജയ് ദേവഗൺ ആയിരുന്നുവെന്നും മൃണാൾ പറഞ്ഞു. കഴിഞ്ഞ വർഷം മുതലാണ് മൃണാളും ധനുഷും പ്രണയത്തിലാണെന്ന വാർത്തകൾ വരാൻ തുടങ്ങിയത്. എന്നാൽ താരങ്ങൾ ഇതുവരെ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. 2026 ഫെബ്രുവരിയിൽ ഇരുവരും വിവാഹിതരാകുന്നു എന്ന തരത്തിൽ അടുത്തിടെ പ്രചരിച്ച വാർത്തകൾ മൃണാളിനോട് അടുത്ത വൃത്തങ്ങൾ നിഷേധിച്ചു. മൃണാൾ അടുത്ത മാസം വിവാഹിതയാകുന്നില്ല, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകളാണിത്. ഫെബ്രുവരിയിലും മാർച്ചിലും മൃണാളിന്റെ സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. ജോലി തിരക്കുകൾക്കിടയിൽ വിവാഹം പ്ലാൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവൻ കരിയറിലാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രണയദിനമായ ഫെബ്രുവരി 14 മൃണാളും ധനുഷും വിവാഹിതരാകുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ട്. താരങ്ങളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന സ്വകാര്യ ചടങ്ങിലായിരിക്കും വിവാഹമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ധനുഷുമായി അടുത്ത വൃത്തങ്ങൾ വാർത്ത നിഷേധിച്ചതോടെ വിവാഹ വാർത്തയ്ക്ക് വിരാമമായെന്നാണ് എക്സ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ അഭിപ്രായപ്പെടുന്നത്.